ക്രിസ്തുവിൻ്റെ പുനരാഗമനം ആസന്നമായിരിക്കുന്നു എന്നതിനാൽ ക്രിസ്തു ഉടനെ വരുന്നു എന്നോ പെട്ടെന്ന് വരുന്നു എന്നോ അതിനർത്ഥമില്ല. അപ്രകാരമുള്ള ഒരു ആശയപ്രകാശനം പൗലോസ് എങ്ങും നടത്തുന്നില്ല. തങ്ങളുടെ ജീവിതകാലത്തോ അതിന് തൊട്ടടുത്തോ അങ്ങനെ സംഭവിക്കുമെന്ന് ജനങ്ങൾ ഊഹിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നുമില്ല. പിന്നെന്താണ്? ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. മരണശേഷം എന്ത് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ കഴിയുന്നത് വിശുദ്ധ ബൈബിളിന് മാത്രമാകുന്നു. എന്നാൽ ബൈബിൾ ദൈവവചനമെന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും ബൈബിളുമായുള്ള പരിചയക്കുറവ് മൂലം ഇത്തരം കാര്യങ്ങളിൽ ശരിയായ അറിവില്ല എന്നുള്ളത് വളരെ ശോചനീയമായ ഒരവസ്ഥയാകുന്നു. ക്രമാനുഗതമായ ബൈബിൾ പഠനം ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിശ്വാസമുള്ളവരായി തീരുവാൻ നമ്മെ സഹായിക്കും. 1 തെസ്സലോനിക്കർ 4 അധ്യായം 13 വാക്യം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന ഭാഗങ്ങളിൽ ഒന്ന് എന്ന് പേരുകൊണ്ട ഭാഗത്തേക്കാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതൊരു ക്രിസ്തീയ ഭവനത്തിലും ഒരു മരണമുണ്ടായാൽ സാധാരണ എടുത്തു വായിക്കാറുള്ള ഒരു ഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പല വേദഭാഗങ്ങളെക്കാളും അധികം പ്രാവശ്യം നാം ഇത് വായിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. തൻ്റെ സഭയെ ചേർക്കുവാനായുള്ള ക്രിസ്തുവിൻ്റെ ആസന്നമായ വരവിനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ക്രിസ്തു വന്നില്ല എന്നതാണ് അനേകർക്കുമുള്ള പരിഭവം. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് അർത്ഥമാക്കുന്നത് അത് സമീപിക്കുന്നു എന്നോ ദൈവത്തിൻ്റെ പരിപാടിയിലെ അടുത്ത ഇനം അതാകുന്നു എന്നോ അത്രേ. ക്രിസ്തുവിൻ്റെ പുനരാഗമനം എത്ര അകലെയാകുന്നു എന്ന് നമുക്കറിയില്ല. അത് ഏതാനും മണിക്കൂറുകൾ അകലെയോ ദിവസങ്ങൾ അകലെയോ ആഴ്ചകൾക്കപ്പുറമോ വർഷങ്ങൾക്കകലെയോ ഒക്കെ ആയിരിക്കും. നമുക്കതറിയില്ല. എന്നിരുന്നാലും അത് ആസന്നമാണ്. ദൈവത്തിൻ്റെ പരിപാടിയിലെ അടുത്ത് നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം അതാണ്. ഒരു ഉദാഹരണത്താൽ ഞാനിതൊന്ന് വിവരിക്കാം. ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പോകുവാൻ ഒരു പ്ലെയിനിൽ കയറി. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന ശേഷം ക്യാപ്റ്റൻ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു. നമ്മുടെ ഈ പ്ലെയിൻ ന്യൂയോർക്കിലേക്ക് പറക്കുവാൻ തയ്യാറായിരിക്കുന്നു. 15 മണിക്കൂർ നാം പറന്നിട്ട് ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ ഇറങ്ങുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് 15 മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും എന്നത് കേട്ടപ്പോൾ 15 മണിക്കൂർ ഇതിനകത്തിരിക്കുവാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ പെട്ടിയും തൂക്കി ആരും പോകുന്നത് ഞാൻ കണ്ടില്ല. കാരണം ഈ പറഞ്ഞ സ്റ്റോപ്പ് ആസന്നമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് നാം എങ്ങും നിർത്തുന്നതല്ല. അതാണ് അർത്ഥം. ന്യൂയോർക്കിലെത്തുവാൻ കാത്തിരിക്കുന്നതും മധ്യാകാശത്തിലെ ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഈ പറഞ്ഞ പ്ലെയിനിൽ യാത്ര ചെയ്താൽ 15 മണിക്കൂറുകൾക്ക് ശേഷം ലക്ഷ്യസ്ഥാനത്തെത്തും. അത് നമുക്കറിയാം. എന്നാൽ സഭയെ ചേർക്കുവാൻ ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് 15 മണിക്കൂറുകൾ കഴിഞ്ഞാണോ 15 വർഷങ്ങൾ കഴിഞ്ഞാണോ 1500 വർഷങ്ങൾ കഴിഞ്ഞാണോ എന്ന് നമുക്ക് സമയം അറിയില്ല. എന്നാൽ വരുമെന്നത് തീർച്ചയാണ്. ദൈവത്തിൻ്റെ പരിപാടിയിലെ അടുത്ത പ്രധാന ഇനം ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവാകുമെന്നതിനാൽ അത് ആസന്നമാകുന്നു എന്ന അർത്ഥമാകുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആസന്നമായ പുനരാഗമനത്തിൽ പൗലോസ് വിശ്വസിച്ചിരുന്നു എന്ന് അവൻ വ്യക്തമാക്കുന്നു. ഈ 4 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ പൗലോസ് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എന്നത്രേ. കർത്താവായ യേശുക്രിസ്തു പൗലോസിൻ്റെ ജീവകാലത്ത് തന്നെ വരാവുന്നതാണ് എന്ന് പൗലോസ് വിശ്വസിച്ചു. തൻ്റെ ജീവകാലത്ത് കർത്താവ് വരും എന്ന് പൗലോസ് പറഞ്ഞില്ല. അങ്ങനെ വരാവുന്നതാണ് എന്നത്ര പൗലോസിൻ്റെ പക്ഷം.
തീത്തോസിന് എഴുതിയപ്പോൾ പൗലോസ് പ്രകടമാക്കിയ മനോഭാവം ഇതായിരുന്നു. തീത്തോസ് 2:12 നാം വായിക്കുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. തനിക്ക് പ്രായം കൂടി വന്നപ്പോൾ പൗലോസ് കർത്താവിൻ്റെ ആസന്നമായ വരവിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പൗലോസ് തൻ്റെ ഭാഷ മാറ്റിയെന്നാണ് അവർ ആരോപിക്കുന്നത്. പൗലോസിൻ്റെ ആദ്യകാല എഴുത്തുകളിൽ ഒന്നാണ് തെസ്സലോനിക്ക ലേഖനം എന്നോർക്കണം. പൗലോസ് തൻ്റെ ദൈവശാസ്ത്രം മാറ്റിയോ? അവൻ ഫിലിപ്പിയർക്ക് കത്തെഴുതിയപ്പോൾ അവൻ റോമൻ കാരാഗൃഹത്തിൽ കിടന്നിരുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യനായിരുന്നു എന്നോർക്കണം. അപ്പോൾ അവൻ പറഞ്ഞത് ഫിലിപ്പിയർ 3:20, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരുന്നു. കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ അവസ്ഥ. സഭയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ഈ വരവിനെ പൗലോസ് സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നു എന്നാണ് വിളിച്ചിരിക്കുന്നത്. സഭയുടെ എടുക്കപ്പെടൽ. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീക്ഷണം മുറുകെ പിടിച്ചിരിക്കുന്ന അനേകം ആളുകളുണ്ട്. അവർ പറയുന്നത് സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്നില്ല എന്നത്രേ. കാരണം അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ എങ്ങും ഉപയോഗിച്ചിട്ടില്ല പോലും. എന്നാൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ആശയം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന്. ഏത് വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല വാസ്തവം. എന്തെന്നാൽ കർത്താവിനെ എതിരേൽക്കുവാൻ ക്രിസ്തു വിശ്വാസികൾ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള വസ്തുത ദൈവവചനം പഠിപ്പിക്കുന്നു. അത് തർക്കമറ്റ സംഗതിയാകുന്നു. സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് പൗലോസ് പഠിപ്പിച്ചു. താങ്കൾക്കും അത് വിശ്വസിക്കാവുന്നതാണ്. എന്തായിരുന്നാൽ തന്നെ വസ്തുത സഭയുടെ ചേർക്കപ്പെടൽ ഏത് നിമിഷവും നടക്കാം എന്നതാണ്. ദൈവത്തിൻ്റെ പരിപാടിയിലെ അടുത്ത പ്രധാന സംഭവം അതാകുന്നു എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നാം പഠിക്കുവാൻ പോകുന്ന ഈ വേദഭാഗത്തെ സംബന്ധിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ പ്രഥമമായ ചിന്താഗതി സഭയുടെ ചേർക്കപ്പെടൽ അല്ല. സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെടുന്നതിന് മുൻപ് മരിച്ചു പോകുന്ന വിശ്വാസികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുവാൻ നാം ലേഖനത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പൗലോസ് തൻ്റെ 2ാമത്തെ പ്രേക്ഷിത യാത്രയിലാകുന്നു തെസ്സലോനിക്കയിൽ എത്തിയത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അതിൻ്റെ അർത്ഥം പൗലോസ് 1 മാസത്തിൽ കുറച്ച് മാത്രമേ തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നത്രേ. ആ ചുരുങ്ങിയ കാലയളവിൽ പൗലോസ് അതിമഹത്തായ ഒരു പ്രവർത്തനമാകുന്നു നിർവഹിച്ചത്. അവൻ ഒരു സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്തു. അവൻ സുവിശേഷം പ്രസംഗിച്ചു, ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. തുടർന്ന് അവൻ അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തു. അവൻ ഈ പുതിയ വിശ്വാസികളെ ക്രിസ്തീയ വിശ്വാസത്തിലെ മഹത്തായ സത്യങ്ങൾ പഠിപ്പിച്ചു. അവൻ അവരെ സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെടുന്നതിനെക്കുറിച്ചും പഠിപ്പിച്ചു എന്നുള്ളത് വളരെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. പൗലോസ് ഒന്നും വിട്ടില്ല. എത്ര സൂക്ഷ്മതയോടെയാണ് അവൻ തൻ്റെ വേല ചെയ്തത് എന്നോർക്കുക. നാളെ ഒരു അവസരം കിട്ടിയില്ല എങ്കിലും ചെയ്യേണ്ടത് ചെയ്യുവാനുള്ള താല്പര്യം, അതാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ പല സഭകളിലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ചിന്താഗതി അല്ല കാണുന്നത്. അവർക്ക് പ്രവചനത്തെക്കുറിച്ച് അധികമൊന്നും പറയുവാനില്ല. ഉള്ളത് പറഞ്ഞാൽ ഇതേക്കുറിച്ച് സഭാ ശുശ്രൂഷകരിൽ അനേകർക്കും കാര്യമായി വ്യക്തതയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന സത്യം. ഞാൻ ആരെയും കുറച്ച് സംസാരിക്കുകയില്ല, അത് പഠിക്കുവാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുത്തകയാണെന്നത്രേ അനേകരും കരുതുന്നത്. ഒട്ടുമുക്കാലും പേർ അങ്ങനെ കർത്താവിൻ്റെ ഒരു വരവിൽ വിശ്വസിക്കുന്നില്ല എന്നത്
നമുക്ക് തള്ളിക്കളയുവാൻ ആവില്ല. ഈ കാരണങ്ങളാൽ സാധാരണ കേൾക്കുന്ന ഒരു ഉപാധി എന്തെന്നാൽ, അതേക്കുറിച്ച് പ്രസംഗിക്കുകയൊന്നും വേണ്ട, അത് വളരെ ആഴമേറിയ സത്യങ്ങളാണ്, പക്വത വന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണത്, പുതുതായി വിശ്വാസത്തിലേക്ക് വന്നവരെ അത് പഠിപ്പിക്കരുത്, പഠിപ്പിച്ചാൽ അവർക്ക് മനസ്സിലാകുകയില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. പൗലോസിന് എന്നാൽ ഈ ആശയമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പൗലോസിന് നാം ഈ കേൾക്കാറുള്ള ഉപാധി അറിയാൻ പാടില്ലാതെ പോയത് മോശമായി പോയില്ലേ? കാരണം അവൻ തെസ്സലോനിക്കയിലെ വിശ്വാസികളോടൊപ്പം 1 മാസത്തിൽ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ അവരെ പ്രവചനങ്ങളിൽ നിന്നും അന്ത്യകാല സംഭവങ്ങളിൽ നിന്നും പഠിപ്പിച്ചു. വാസ്തവത്തിൽ നാം അടുത്ത ലേഖനത്തിലേക്ക്, അതായത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസ് അവരെ മഹാപീഡനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അധർമ്മമൂർത്തി, അതായത് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അന്തിക്രിസ്തുവിനെ വെളിപ്പെടുന്നതിനെക്കുറിച്ചും അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് കാണാവുന്നതാണ്. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രവചനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു. പുതിയ വിശ്വാസികളെ ഇത് പഠിപ്പിക്കരുതെന്ന് പറയുന്നത് മണ്ടത്തരമാകുന്നു, ഇതവരെ പഠിപ്പിക്കണം. അതിൻ്റെ ഉത്തമ മാതൃക പൗലോസ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. സഭയുടെ എടുക്കപ്പെടൽ ഏത് സമയത്തും സംഭവിക്കാം, അത് ആസന്നമാണ് എന്ന് പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പഠിപ്പിച്ചു എന്നത് വ്യക്തമാണ്. അതിനുശേഷം പൗലോസ് തെസ്സലോനിക്ക വിട്ടു. അവൻ ബെരോവയിലേക്ക് പോയി. അവിടെ അവനൊരു സഭ സ്ഥാപിച്ചു. കുറേ നാൾ അവിടെ താമസിച്ചു, ശുശ്രൂഷിച്ചു. അവിടെ നിന്നും അവൻ കപ്പൽ കയറി അഥേനയിൽ, അതായത് ഏഥൻസിലെത്തി. അവിടെയും പൗലോസ് എത്ര നാൾ ചെലവഴിച്ചു എന്ന് നമുക്കറിയില്ല. ഏതായാലും തെസ്സലോനിക്കയിൽ നിന്നുള്ള വാർത്തയുമായി തിമത്യോസും ശീലാസും വരുന്നതിന് വേണ്ടി പൗലോസ് അവിടെ കാത്തിരിക്കുകയായിരുന്നു. അവർ വരുവാൻ താമസിച്ചപ്പോൾ പൗലോസ് പതിയെ കൊരിന്തിലേക്ക് പോയി. അവൻ അവിടെ കുറേ നാൾ താമസിച്ച് കഴിഞ്ഞപ്പോൾ തിമത്യോസും ശീലാസും വന്നു. പൗലോസിനോട് ചോദിക്കുവാൻ തെസ്സലോനിക്കരുടെ ഏതാനും സംശയങ്ങളുമായാണ് ഈ പ്രിയപ്പെട്ടവർ വന്നത്. പൗലോസിൻ്റെ അടുത്ത് അവർ വന്ന് അതൊക്കെ ചോദിച്ചു. അങ്ങനെ പൗലോസ് ഈ 1-ാമത്തെ ലേഖനം എഴുതി. ഇതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഭ എടുക്കപ്പെടുന്ന ആ വിഷയം സംബന്ധിക്കുന്ന പ്രത്യേക ചോദ്യത്തിന് മറുപടി നൽകുകയും ചെയ്തു. പൗലോസ് തെസ്സലോനിക്ക വിട്ട് കഴിഞ്ഞ് അവിടെയുള്ള ചില വിശുദ്ധന്മാർ മരിച്ചു. അപ്പോൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടായ ഒരു സംശയം, ഈ വിശുദ്ധന്മാർ കർത്താവിൻ്റെ വരവെങ്കിൽ എങ്ങനെ എടുക്കപ്പെടുവാനാണ്? അവർ മരിച്ചു പോയല്ലോ എന്നതായിരുന്നു. അയ്യോ, അവർ പിന്തിരിഞ്ഞു പോയോ, പിന്മാറിപ്പോയോ? എന്തുകൊണ്ട് അവർക്കത് സംഭവിച്ചു? നഷ്ടപ്പെട്ടു പോയോ? ക്രിസ്തുവിൻ്റെ ആസന്നമായ പുനരാഗമനത്തെക്കുറിച്ച് പൗലോസ് അവരെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അല്ലായിരുന്നെങ്കിൽ ഈ സംശയം അവരുടെ ഹൃദയത്തിൽ പൊങ്ങി വരുമായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ഏത് നിമിഷവും മടങ്ങി വരാമെന്ന് പൗലോസ് അവരെ പഠിപ്പിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് പോയതിന് ശേഷം ഈ പറഞ്ഞ ചില വിശുദ്ധന്മാർ നിദ്ര കൊണ്ടത്. അപ്പോൾ അവർ ചിന്തിച്ചു, ഷടാ, കർത്താവ് വന്നുമില്ല, ഈ പ്രിയപ്പെട്ടവർ മരിച്ചും പോയി, ഇവർ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോയതാണോ? കർത്താവിൻ്റെ വരവിങ്കൽ ഇവർ എങ്ങനെ എടുക്കപ്പെടുവാനാണ്? അവർക്ക് എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിനുള്ള പൗലോസിൻ്റെ ഉത്തരമാണ് ഈ ലേഖനത്തിൽ നാം കാണുന്നത്. തെസ്സലോനിക്കർക്കുണ്ടായ സംശയം നമുക്ക് അവരെപ്പോലെ അർത്ഥവത്തല്ല എന്നത് സ്പഷ്ടമാണല്ലോ. കാരണം താങ്കളും ഞാനും തെസ്സലോനിക്കരെക്കാളും ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് ഇപ്പുറം താമസിക്കുന്നവരാണ്. അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ മരണവാതിലിൽ കൂടി കടന്നു പോയി കഴിഞ്ഞു. ഇത് നാം അറിയുന്ന ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് സഭയുടെ ഭൂരിഭാഗവും അപ്പുറം കടന്നു കഴിഞ്ഞു. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നു. പൗലോസ് തെസ്സലോനിക്കരെ പഠിപ്പിച്ചത് കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നത്രേ. നാമും ഇന്ന് വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിന്നും സഭയ്ക്കായി കർത്താവ് വരുന്നത് വരെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നാണ് നാം വിശ്വസിക്കുന്നത്. ഏത് നിമിഷവും അത് സംഭവിക്കാം. താങ്കൾ ഈ പ്രോഗ്രാം കേട്ട് കഴിയുന്നതിന് മുമ്പ് അത് സംഭവിക്കാം. അതല്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ വരവ് വിദൂര ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം. കർത്താവിൻ്റെ വരവിൻ്റെ തീയതി നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നതിൽ ഭയാനകമായ ഒരു അപകടമുണ്ട്. അത് ചെയ്യുന്ന അനേകർ ഇന്നുമുണ്ട്. പലപ്പോഴും അതേക്കുറിച്ച് നാം കേൾക്കാറുണ്ടല്ലോ.
അത് അപകടകരമാകുന്നു. കാരണം അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് അവർക്കറിയില്ല. താൻ വരുന്നതായ സമയം നമുക്കറിയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നവർ വർഷം കൃത്യമായി പറഞ്ഞെന്നാലും മണിക്കൂർ പറയില്ല, വർഷവും പറയില്ല. അവർ തീയതി നിശ്ചയിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ വിശ്വാസികൾ അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന അവസരത്തെ അവർ തകർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തീയതി പ്രഖ്യാപിച്ചവരൊക്കെ ഇന്ന് വരെ ലോകത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. അത് സഭയ്ക്ക് മൊത്തം ആക്ഷേപമായി തീർന്നിട്ടുമുണ്ട്. നമുക്കറിയാം, ഈ കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവിന് മുൻപ് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ കാര്യത്തിൽ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ചിന്തയുള്ളവരായി. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം തുടർന്നുള്ള ഭാഗം നാം പഠിക്കേണ്ടത്. 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള ഭാഗം മൊത്തം ഇന്ന് പഠിക്കുവാൻ കഴിയില്ലെങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അത് പറയുന്ന വിധം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കാര്യത്തിൽ അറിവില്ലാതിരിക്കരുത്. സഹോദരന്മാരെ എന്ന് പൗലോസ് പറയുമ്പോൾ സഹോദരന്മാർ ആ കാര്യത്തിൽ അറിവില്ലാതിരുന്നു എന്നാണ് അർത്ഥമില്ലേ? അത് സ്പഷ്ടമാണ്. അവരുടെ അറിവില്ലായ്മയെ ശാസിച്ചുകൊണ്ടോ കർക്കശമായോ അല്ല പൗലോസ് പറഞ്ഞത്. അവൻ വളരെയേറെ സൗമ്യതയോടും ആർദ്രതയോടുമാണ് സംസാരിച്ചത്. അതെ, ക്രിസ്തീയമായ വിധത്തിൽ തന്നെയാണ് പൗലോസ് ഈ സംഗതി കൈകാര്യം ചെയ്തത്. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് പൗലോസ് ഇവിടെ ശരീരത്തിൻ്റെ മരിച്ച അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് എന്നോർക്കണം. ഇതൊരിക്കലും മനുഷ്യൻ്റെ ആത്മാവിനെ കുറിക്കുന്നതല്ല. കാരണം മനുഷ്യൻ്റെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നാം ഈ ഭാഗം മുൻപോട്ട് പഠിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് ശാരീരിക മരണത്തെ ഒരു നിദ്രയായി പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശാരീരിക മരണത്തെ ഒരു നിദ്രയായി പറഞ്ഞിരിക്കുന്നതിന് ഒന്നാമത്, മരണത്തിനും ഉറക്കത്തിനും തമ്മിലൊരു സാമ്യമുണ്ട്. ഒരു മൃതശരീരവും ഉറങ്ങുന്ന ശരീരവും വാസ്തവത്തിൽ വളരെ സാമ്യമുള്ളതാണ്. സാധാരണ ഒരു വ്യക്തി മരിച്ചു കിടക്കുന്ന വീട്ടിൽ പറയാറുള്ളതാണ്, നമ്മുടെ അപ്പച്ചൻ മരിച്ചു കിടക്കുകയാണെന്ന് പറയില്ല, ആ മുഖത്ത് നോക്കിയാൽ ഉറങ്ങുന്നു എന്നേ തോന്നൂ. ഇല്ലേ, കേട്ടിട്ടില്ലേ? സ്വാഭാവിക മരണത്തിൽ സാധാരണ നാം ഈ പ്രസ്താവന കേൾക്കാറുണ്ട്. ഒരു വിധത്തിൽ അത് സത്യവുമാണ്. ഒരു വിശ്വാസിയുടെ ശരീരം ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലല്ലല്ലോ. അതുപോലെ ശരീരം ഉറങ്ങുന്നതിനാൽ മരിച്ച ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അഭ്യൂഹം. ഉറക്കം താൽക്കാലികമാണ്, മരണവും താൽക്കാലികമാണ്. ഉറക്കത്തിന് അതിൻ്റെ ഉണരുന്ന സമയമുണ്ട്, മരണത്തിന് അതിൻ്റെ പുനരുത്ഥാന സമയവുമുണ്ട്. ജീവിതം നിലനിൽക്കുന്നതും മരണം നിലനിൽക്കാത്തതുമാകുന്നു എന്നല്ല. 2, നിദ്ര കൊള്ളുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ക്രിയുമായി, അതിൻ്റെ അർത്ഥം കിടക്കുക എന്നത്രേ. രസകരമായ കാര്യം എന്തെന്നാൽ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം ശരീരത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നത്രേ. അത് അനസ്തേസിസ്. അതിൻ്റെ അർത്ഥം എഴുന്നേറ്റ് നിൽക്കുക എന്നാണ്. ശരീരത്തിന് മാത്രമേ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കൂ എന്നോർക്കണം. ആത്മാവല്ല ഉറങ്ങുന്നത്, ശരീരമാണ് ഉറങ്ങുന്നത്. ഉറക്കമെന്നുള്ള പ്രയോഗം ശരീരത്തെ കുറിക്കുന്നതാണ്. ശരീരം കിടക്കയിൽ കിടന്ന് സ്വാഭാവികമായ ഒരു ഉറക്കത്തിലാകുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഞാൻ നൽകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു എന്ന് വായിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ ചൂടിലായിരുന്നപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഉറങ്ങുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇവിടെ നാം ഇപ്പോൾ പഠിക്കുന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദവും ആ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ്.
വീണ്ടും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഹേരോദാവ് അവനെ ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുൻപിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടറിയാവുന്നത്, പത്രോസിന് ഉറക്കമില്ലായ്മ എന്നൊരു അസുഖം ഉണ്ടായിരുന്നില്ല. എവിടെയും ഉറങ്ങാമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലും സംഘർഷത്തിലും അവന് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ വീണ്ടും ഉറക്കത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം, അപ്പോസ്തലപ്രവൃത്തികളിലും ഉപയോഗിച്ചിരിക്കുന്ന പദം നാം ഇപ്പോൾ പഠിക്കുന്ന ഭാഗത്ത് പറയുന്ന ആ പദം തന്നെയാണ്. അത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഉറക്കമാണ്. ഇനി മൂന്നാമതായി ബൈബിൾ പഠിപ്പിക്കുന്നത് ശരീരം അതിനെ എടുത്തതായ മണ്ണിലേക്ക് മടങ്ങിച്ചേരും എന്നാണ്. എന്നാൽ ആത്മാവ് അത് നൽകിയവങ്കിലേക്ക് തിരികെ പോകും. പഴയ നിയമം പോലും അതാണ് പഠിപ്പിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഇവിടെ പൊടി അഥവാ നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. പൊടിയിൽ നിന്നും എടുത്തത് ശരീരമാകുന്നു. അതിനുശേഷം ദൈവം മനുഷ്യനിലേക്ക് ജീവശ്വാസം ഊതി, അല്ലെങ്കിൽ ആത്മാവിനെ നൽകി. പുനരുത്ഥാനം വരെ ഉറങ്ങുവാൻ പോകുന്നത് ശരീരമാകുന്നു, ശരീരം മാത്രം. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് തിരികെ ചേരും. ഈ വലിയ സത്യമാണ് നാം ഇവിടെ പഠിക്കുവാൻ പോകുന്നത്. ആത്മാവ് മരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആത്മാവിന് ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിന് മാത്രമേ മരണത്തിൽ കിടക്കുവാൻ കഴിയൂ. ശരീരത്തിന് മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിൽ നിൽക്കുവാനും സാധിക്കൂ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് വളരെയധികം ഇതിനോട് ഒത്തുവരുന്നു. അവിടെ നാം വായിക്കുന്നു, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ. ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ. ശരീരം എന്നത് ബലഹീനമായ ഒരു കൂടാരം മാത്രമാണ്. മരണത്തിൽ അത് താൽക്കാലികമായി മാറ്റിവെക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. നാം ജീവിക്കുന്ന നമ്മുടെ ശരീരം ഒരു കൂടാരം മാത്രമാണ്. അതെ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ പാർക്കുന്ന വീടിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിങ്ങൾ പണിയിച്ചതായിരുന്നാലും നിങ്ങൾ വാസ്തവത്തിൽ വസിക്കുന്നത് ഒരു ചെറിയ കൂടാരത്തിലാണ്. ചിലർ കുടിലുകളിലും ചിലർ കൊട്ടാരങ്ങളിലും ജീവിക്കുന്നു എന്നല്ല, നമുക്കെല്ലാം ഒരുപോലെയുള്ളൊരു കൂടാരമാകുന്നു നൽകിയിരിക്കുന്നത്. ഒരു ടെൻറ്റ്. എനിക്കേതോ കൂടിയ ഒരു കൂടാരമുണ്ട് എന്നാർക്കും പറയുവാൻ സാധ്യമല്ല. ആരോ നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളുടെ യഥാർത്ഥ വില കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നത് വായിച്ചിട്ടില്ലേ? അങ്ങേയറ്റം 8 രൂപയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ കൂടാരം തീർത്തിരിക്കുന്നത്. ഏത് നിമിഷവും ഈ കൂടാരം തറപറ്റാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഈ കൂടാരം പൊളിയാം. താങ്കൾ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഓടി വരുന്ന ഒരു ബസ്സിൻ്റെ മുമ്പിലേക്കൊന്ന് കയറി നിന്ന് നോക്കിക്കേ. ഉടനെ താങ്കളുടെ കൂടാരം പൊളിഞ്ഞു പോകുന്നത് കാണുവാൻ സാധിക്കും. ആരും അത് ചെയ്യണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ശരീരങ്ങൾ വാസ്തവത്തിൽ വളരെ ബലഹീനമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു, എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതെ, നമ്മുടെ കൂടാരങ്ങളിൽ നാം ഞരങ്ങിക്കൊണ്ട് കഴിയുകയാണ്. താങ്കൾ ആ സത്യം കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതായിട്ടുള്ള ദാനമാണിത്. ഈ ദാനം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീനെന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
എന്തെങ്കിലും ഊഹാപോഹത്തിൻ്റെയോ കേട്ടുകേൾവിയുടെയോ അടിസ്ഥാനത്തിലല്ല ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത്. പിന്നെയോ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായ ബൈബിളാകുന്നു. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ കേൾവി നിശ്ചയമായും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കും.